എല്ലാ ഉടമ്പടികൾക്കും every covenant ഒരു അടയാളം ഉണ്ടായിരിക്കും. there is a sign for those covenants. അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ് സർക്കംസിഷൻ, പരിച്ഛേദന. The circumcision was an outward sign of the covenant God made with Abraham. ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമാണ് അപ്പ വീഞ്ഞുകൾ. Father's covenant with us through his son Jesus is the table of communion. എല്ലാ നിയമങ്ങൾക്കും ദൈവം ഒരു അടയാളം കൽപ്പിക്കും. Every covenant had an outward sign. നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യും. I will make a covenant with you, Noah, God said. 500 വയസ്സുള്ളപ്പോഴാണ് അവൻ അത് കേട്ടത്. And he heard the voice of God when he was 500 years old. അടുത്ത ഞായറാഴ്ച അവൻ കേട്ടില്ല. And he has not seen the next Sunday. പെട്ടകം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കേട്ടില്ല. He didn't hear the make an ark. മൃഗങ്ങളെല്ലാം പെട്ടകത്തിൽ കേറിയപ്പോൾ അവൻ കണ്ടില്ല. He didn't see this when he called the animals into the ark. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നിയമം ചെയ്തില്ല, ഉടമ്പടി ചെയ്തില്ല. The covenant was not made in all these circumstances. പെട്ടകം ചലിക്കാൻ തുടങ്ങിയപ്പോഴും ഉടമ്പടി നടന്നില്ല. Even when the ark began to move, the covenant was not made. പെട്ടകം ഉലഞ്ഞാടിയപ്പോഴും നടന്നില്ല. Even when the ark was rowing back and forth in the waters, പെട്ടകം അരാരത്ത് പർവതത്തിൽ ഉറച്ചപ്പോഴും ഉടമ്പടി നടന്നില്ല. the ark came and rested on Ararat, but the covenant was not made. അരാരത്ത് പർവതത്തിൽ ഉറച്ച പെട്ടകത്തിൽ ആളുകൾ പുറത്തിറങ്ങി നോഹ യാഗപീഠം പണിതപ്പോൾ ദൈവം അവന്റെ ഉടമ്പടി അവിടെ സ്ഥാപിച്ചു. When Noah came out of the ark from Mount Ararat and made an altar, God established his covenant with Noah. അതുകൊണ്ടാണ് സങ്കീർത്തനം 50:5 പറയുന്നത്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത തന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവേ. Psalm chapter 50 and verse 5, those of you who have made a covenant with sacrifice, come near me. കാരണം എല്ലാ യാഗത്തിന്റെ മുമ്പിലും, because in front of every sacrifice ഒരു മൃഗം അറുക്കപ്പെടും. there is a death of an animal behind every sacrifice. ചോര ചൊരിയപ്പെടും. There is a shedding of blood. അപ്പോഴാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത്. The establishment of the covenant is by the shedding of blood. ഒരു സന്തോഷ വാർത്ത. Let me give you a good news. 2000 വർഷങ്ങൾക്ക് പുറകിൽ 2000 years ago കാൽവരി ക്രൂശിൽ on the Calvary hill, ഒരാടിന്റെ ചോരയാലല്ല, അവൻ തന്നെ യാഗമാക്കി മാറ്റിയപ്പോൾ, oh hallelujah, Jesus became the sacrifice himself. ദൈവം ഉടമ്പടി ചെയ്തു. God made a covenant. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വേദപുസ്തകത്തിൽ എബ്രായർ 7:22 എഴുതി വെച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ ഉടമ്പടി അത് നോഹയുടെ ഉടമ്പടിയല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഉടമ്പടി അബ്രഹാമിന്റെ ഉടമ്പടിയല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഉടമ്പടി ദാവീദിന്റെ ഉടമ്പടിയല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ഉടമ്പടി പുതിയ നിയമമാണ്. അത് പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും തമ്മിൽ ചെയ്ത ആ ഉടമ്പടിയാണ്. Hebrews 7:22 says the most perfect covenant is the covenant made between the Father to us through his son Jesus. പിതാവായ ദൈവം The Father പുത്രനായ ക്രിസ്തുവുമായി to the son Jesus, ഒരു ഉടമ്പടി ചെയ്യുകയാണ്. he made a covenant. ബ്ലഡ് കൊണ്ട്, രക്തം കൊണ്ട്. By the blood he made a covenant. അതിനുവേണ്ടി പുത്രൻ ആടിനെ അല്ല യാഗമാക്കി. And Jesus did not sacrifice a lamb for it. അവന്റെ ദേഹം എന്ന തിരശീല നമുക്ക് He tore the veil of his body. ദൈവം പുത്രനോട് പറയുകയാണ്, The Father is telling the Son, നിന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും നശിച്ചു പോകയില്ല. everyone who believes in the Son shall never perish. ആരാ നിൽക്കുന്നതെന്നറിയാമോ? You know who are standing here ഈ to make പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കിയവൻ, the man who created the entire universe. അവന് നമ്മളെ പോലെ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇന്ന് വേറെ വാക്കില്ല. And he does not change his word. ഉവ്വെന്ന് പറഞ്ഞാൽ If he ഉവ്വെന്നായിരിക്കും. says yes, it's an yes. ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ If he എന്നായിരിക്കും. says amen, it's an amen. അവൻ തന്റെ പുത്രനെ നോക്കിയിട്ട് He looks at his son and അവനെ says, യാഗമാക്കിയിട്ട് and made him a ആ sacrifice കാൽവരി ക്രൂശിൽ വെച്ച് on the cross of ഒരു Calvary. ഉടമ്പടി ചെയ്തു He കൊടുത്തു. makes a covenant. ഇവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. Whoever believes in him shall never be ashamed. ഒരു നാളും നശിക്കുകയില്ല. He will never perish. ഒരു മന്ത്രവാദത്തിനും നിന്നെ നശിപ്പിക്കാൻ No പറ്റില്ല. witchcraft can break you. ഒരു ആഭിചാരത്തിനും നിന്നെ നശിപ്പിക്കാൻ No പറ്റില്ല. divination can crush you. ഒരു അസൂയയുടെ കണ്ണിനും നിന്നെ നശിപ്പിക്കാൻ No കഴിയില്ല. jealousy can break you down. അവർ ഇത് ചെയ്താൽ അവർ അത് ചെയ്താൽ നശിക്കത്തില്ല. കാരണം നീ ആ ഉടമ്പടിയുടെ കീഴിലായത്. Because you are under the blood covenant of the Lord Jesus.